ഷാബു പ്രസാദ് ഇവിടെ ലാൽകുമാർ സംസാരിച്ച് തുടങ്ങുമ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങിയ ആളാണ് മൻമോഹൻ സിംഗ്. ഒരു പുതിയ പുസ്തകത്തിൽ എഴുതി തുടങ്ങി. ഇന്ന് ഇപ്പോഴുള്ള സർക്കാർ എഴുതിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തുടങ്ങി വെച്ച പുസ്തകത്തിലാണ്. അതിൽ ആഡ് ചെയ്യുന്നുണ്ടാകാം, അതിൽ നിന്ന് കീറുകളയുന്നുണ്ടാകാം. പക്ഷേ ഒരു ഫ്രഷായി തുടങ്ങിയ ആൾ എന്ന നിലയിൽ രാജ്യത്തെ വലിയ തോതിൽ മാറ്റിമറിച്ച ഒരാളാണ് മൻമോഹൻ സിംഗ്. അങ്ങനെ തന്നെ ഓർക്കണ്ടേ മൻമോഹൻ സിംഗിനെ? തീർച്ചയായിട്ടും 100% ശരിയാണത്. 100% ശരിയാണ്. 1991 നരസിംഹറാവു ഈ മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങനെയൊക്കെയായി തീരുമായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നും. അതൊരു ഭയാനകമായ സത്യമാണ്, അദ്ദേഹം അന്ന് വന്നില്ലായിരുന്നു എങ്കിൽ എന്നുള്ളത്. തീർച്ചയായിട്ടും അതായത് അദ്ദേഹത്തിന് വേറെ ഈ പറഞ്ഞതുപോലെ ഈ ജനങ്ങളോട് ബന്ധമില്ല, അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളത് ഒരേ സമയം മൻമോഹൻ സിംഗിൻ്റെ അന്നത്തെ ആ കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ ശക്തിയും ദൗർബല്യവുമാണ്. ദൗർബല്യം എന്താണെന്നറിയാം, ജനാധിപത്യത്തിൽ ജനങ്ങളുടെ അംഗീകാരം എന്നുള്ള ഒരു ഫാക്ട് ഉണ്ടാവണം എന്നുള്ളത്. മറ്റേതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസിനെ പറ്റി, പബ്ലിക്കായിട്ട് പൊതുജനങ്ങളുടെ ആ ഒരു അവസ്ഥയെപ്പറ്റി, ഇതിനെപ്പറ്റി ഒന്നും ബോധേഡാവേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും രാജ്യത്തിന് ഗുണമുണ്ടാകും എന്ന് ശരിയെന്ന് തോന്നുന്ന ആ തീരുമാനം അദ്ദേഹത്തിന് യാതൊരു ഇൻഹിബിഷനുമില്ലാതെ എടുക്കാൻ കഴിയും. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കരുത്താണ്. ആ സമയത്ത് അങ്ങനെയുള്ള ആ അതിശക്തമായ തീരുമാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നെഹ്റുവിയൻ എക്കണോമി അങ്ങനെ തന്നെ എടുത്ത് കടലിൽ കളഞ്ഞു. അങ്ങനെ തന്നെ. അജിംസിന് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല, എനിക്കൊക്കെ ചെറിയ ഓർമ്മയുണ്ട്. ഇവിടെ സൈക്കിളിന് ലൈസൻസ് വേണമായിരുന്നു, റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു. റേഡിയോ, നമ്മുടെ ട്രാൻസിസ്റ്റർ റേഡിയോയ്ക്ക് ലൈസൻസ് വേണ്ട ഒരു കാലമുണ്ടായിരുന്നു. ഇൻകത്തിൻ്റെ അവനവൻ്റെ വരുമാനത്തിൻ്റെ 80% ടാക്സ് കൊടുക്കേണ്ട ഒരു കാലമുണ്ടായിരുന്നു ഇവിടെ. ഒരു സ്കൂട്ടർ ഒരു ടെലിഫോൺ ബുക്ക് ചെയ്താൽ 20 വർഷം വരെയൊക്കെ കാത്തിരിക്കേണ്ട കാലം ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഫോൺ ബുക്ക് ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഫോൺ കിട്ടുന്നത്. ഒരു കാറ് ബുക്ക് ചെയ്താൽ കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷം 2 വർഷമൊക്കെ ചെയ്യണമായിരുന്നു. ചേതക്ക് സ്കൂട്ടറൊക്കെ ഇറങ്ങിയ കാലത്ത് 1 വർഷം കാത്തിരിക്കണമായിരുന്നു ബുക്ക് ചെയ്തിട്ട് കിട്ടാൻ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം സങ്കീർണമായിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ. മുഴുവൻ ഫയലുകളിൽ കൂടെയും പേപ്പർ വർക്ക്, അതൊക്കെ തന്നെ ഇവിടുത്തെ വലിയ വലിയ അഴിമതികൾക്ക് വളം വെച്ചിട്ടുമുണ്ട്. ഈ സിസ്റ്റം എല്ലാം എടുത്തു കളഞ്ഞത് ഡോക്ടർ മൻമോഹൻ സിംഗാണ്. അതായത് എന്താണോ അത്രയും കാലം നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ തുടർന്ന് വന്നിരുന്ന ആ എക്കണോമിക് നയം അത് കംപ്ലീറ്റ് എടുത്ത് കളയുകയാണ് ചെയ്തത്. സത്യത്തിൽ പിന്നീടുള്ള കാലമെന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ മാറ്റം എന്നുള്ളത് നമ്മൾ കണ്ടും അനുഭവിച്ചും വന്നതാണ്. പക്ഷേ ആ 5 വർഷം കഴിഞ്ഞിട്ട്, ആദ്യത്തെ 5 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ രാഷ്ട്രീയത്തിൽ വല്ലാത്ത ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു. ആ സർക്കാർ തന്നെ ഇൻസ്റ്റേബിളായിരുന്നു. ആ സമയത്താണ് അയോധ്യ ബാബർ മസ്ജിദ് ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നത്. അതിന് കൃത്യമായ ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നതും ശക്തമായ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കുന്ന ഒരവസ്ഥ വന്നതും 1998, 99, പിന്നെ 2004 വരെ വാജ്പേയി സർക്കാർ, NDA സർക്കാർ ശക്തമായ ഒരു മുന്നണി സംവിധാനത്തിൽ അധികാരത്തിയിരുന്ന സമയത്താണ്. ആ സമയത്താണ് ഇവിടെ ഇൻഷുറൻസ് മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്നത്, മൊബൈൽ ഫോൺ വ്യാപകമാകുന്നത്, നാട് നീളെ ATMകൾ വരുന്നത്, ബാങ്കിങ് മേഖല അടിമുടി മാറിമറിയുന്നത്, രാജ്യത്ത് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്ന ആശയം വരുന്നതും നടപ്പാക്കുന്നതും, ഇതെല്ലാം തുടങ്ങിവെച്ചത് ആ മൻമോഹൻ സിംഗ് തുടങ്ങിവെച്ച ആ ലിബറലൈസേഷൻ്റെയും എക്കണോമിക് നയത്തിൻ്റെയും തുടർച്ച തന്നെയാണ്. അതിൻ്റെ ആവശ്യമായ രീതിയിലുള്ള കറക്ഷൻസും ഡിലീഷൻസും ഒക്കെ നടന്നിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ഡോക്ടർ മൻമോഹൻ സിംഗിന് തന്നെയാണ്, മൻമോഹൻ സിംഗിനുമല്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞാൽ, അതിന് സർവ്വ പിന്തുണയും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിലും പിന്നിലും അടിയുറച്ചു നിന്ന PV നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിക്കാണ്. അല്ല, അവിടെ കോൺഗ്രസ് പാർട്ടിയെ പറയാത്തത് എന്താണ് ഷാബു പ്രസാദ്? ഞാൻ പറഞ്ഞേ. അല്ല, ഞാൻ ഇപ്പം നരസിംഹറാവു ആരുടെ പ്രധാനമന്ത്രിയാണ്? അജിംസെ, നരസിംഹറാവു കോൺഗ്രസിൻ്റെ. PV നരസിംഹറാവു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, അല്ലേ?
നരസിംഹറാവുവിനെ പറഞ്ഞാൽ പോരെ? ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ പറയുന്നത് പോലെ തന്നെയല്ലേ? പക്ഷേ ഇവർക്ക് നരസിംഹറാവുവിനെ വേണ്ടാതായത് എൻ്റെ കുറ്റമല്ലല്ലോ. ഇവർ ഇപ്പോൾ ഇവിടെ പറയുന്നു, കോൺഗ്രസ്സുകാർ പറയുന്നു, ഇവിടെ അദ്ദേഹത്തിന് അവിടെ പ്രത്യേക സ്മാരകം ഒരുക്കണം, പ്രത്യേക സ്ഥലം അനുവദിക്കണം എന്തെല്ലാം പറയുന്നു. ഈ നീതിയുടെ ഈ കാണിക്കുന്നതിൻ്റെ ഒരു 10,000-ലൊന്ന് നീതി ഇവർ നരസിംഹറാവുവിനോട് കാണിച്ചിട്ടുണ്ടോ? നരസിംഹറാവുവിൻ്റെ ഡെഡ് ബോഡി ഡൽഹിയിൽ അടക്കിയില്ല എന്നുള്ളത് പോട്ടെ, അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡിയുടെ പ്രൊസഷൻ വന്നപ്പോൾ AICC ഓഫീസിൻ്റെ ഗേറ്റുകൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. നെഹ്റു കുടുംബത്തിന് അതൃപ്തിയുള്ളവരെ, അവർക്കിഷ്ടമല്ലാത്തവരുടെ മൃതദേഹത്തെ പോലും അവർ വെറുതെ വിട്ടിട്ടില്ല. അത് ഒരു നരസിംഹറാവു അല്ല, സർദാർ പട്ടേൽ, ഡോക്ടർ അംബേദ്കർ, കാമരാജ്. കോൺഗ്രസിന് നരസിംഹറാവുവിനോട് അങ്ങനെ വിപ്രതിപത്തി വരാനൊരു കാരണമുണ്ട്. എന്ത് കാരണം? ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. അതിനുശേഷം നരസിംഹറാവുവിന് ശേഷം ഒറ്റയ്ക്ക് കോൺഗ്രസിന് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മറ്റൊരു കാര്യം. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യമുണ്ട്, ഇപ്പം കഴിഞ്ഞ 3 കൊല്ലമായി, 3 ടൈമായി തോറ്റ് തുന്നമ്പാട് കാണല്ലോ കോൺഗ്രസ്. എന്താ വിപ്രതിപത്തിയൊന്നും ഇല്ലേ? ഒരു പ്രാവശ്യം 5 വർഷം രാജീവ് ഗാന്ധി ഭരിച്ചു, അത് കഴിഞ്ഞ് തലകുത്തി വീണു, തോറ്റു തുന്നമ്പാടി 415 സീറ്റുമായിട്ട്. വീഴ്ച എവിടെ നിന്നാണ് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ വിപ്രതിപത്തി. അല്ല, അതാണ് എന്ത് ഒരു വിപ്രതിപത്തി വേറെ ഒന്നുമല്ല ജിംസേ, വിപ്രതിപത്തി വേറെ ഒന്നുമല്ല. നരസിംഹറാവു, PV നരസിംഹറാവു സോണിയാഗാന്ധിയെ മൈൻഡ് ചെയ്തിട്ടില്ല. നരസിംഹറാവു നെഹ്റു കുടുംബത്തിൻ്റെ അടിമയല്ലായിരുന്നു. അതുമാത്രമാണ് ആ വിപ്രതിപത്തിക്ക് കാരണം. അല്ലാതെ അയോധ്യ ബാബറി മസ്ജിദ് ഇഷ്യൂ ഒക്കെ അങ്ങ് വിട്, അതൊന്നും അല്ല അതിൻ്റെ കാരണം. അതേ അല്ല കാരണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, രാജീവ് ഗാന്ധിയെ കൊന്ന പ്രതികളെ, കേസിൽ പെട്ട ആ പ്രതികളെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്ത DMK അവരുടെ ഘടകകക്ഷിയാണ്. 1998 എന്തിനാണ് IK ഗുജറാൾ സർക്കാരിനുള്ള പിന്തുണ കോൺഗ്രസ് പിന്തുണച്ചത്? ജെയിൻ കമ്മീഷൻ റിപ്പോർട്ടിൽ, അതായത് രാജീവ് ഗാന്ധി വധം അന്വേഷിക്കുന്ന റിപ്പോർട്ടിൽ DMKയുടെ പേര് പരാമർശിച്ചിരുന്നു. ആ DMK ഉൾപ്പെടുന്ന മന്ത്രിസഭയെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചത്. ആ പിന്തുണ പിൻവലിച്ച് DMK അവരുടെ നയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇല്ല, മാറ്റം വരുത്തിയിട്ടില്ല. ഇനി മറ്റൊന്ന്, ഇനിയും അയോധ്യ ബാബറി മസ്ജിദ് കേസാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇപ്പോഴും ഡിസംബർ 6 വിജയ ദിവസം, ഇത് ഹിന്ദു പരാക്രമത്തിൻ്റെ ദിവസമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ശിവസേന കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയാണ്. ഇപ്പോഴും ഈ കഴിഞ്ഞ ഡിസംബർ 6 ഒരു മാസം പോലും ആയിട്ടില്ല. അപ്പോൾ അതൊന്നും അല്ല അതിൻ്റെ കാരണം. സോണിയാഗാന്ധിക്ക് ഇഷ്ടമല്ലായിരുന്നു, സോണിയാഗാന്ധിയെ മൈൻഡ് ചെയ്തിട്ടില്ല. ശരി, നമ്മുടെ വിഷയം മൻമോഹനാണ്, നരസിംഹറാവു അല്ല. ഞാൻ പറയാം,